ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരുന്നവർ ആരൊക്കെയായിരിക്കും എന്ന കൂലങ്കഷമായ ചർച്ചകൾ കേരളത്തിൽ നടക്കുകയാണ്. സോഷ്യൽ മീഡിയകളും മറ്റ് മാധ്യമങ്ങളും നിരവധി പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. കേന്ദ്ര നേതൃത്വം ശക്തമായ പിന്തുണയുമായി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് സ്വതന്ത്രമായും ആലോചിച്ചും തീരുമാനമെടുക്കുവാനുള്ള സുവർണാവസരം കൂടി അദ്ദേഹത്തിന് ലഭിക്കുന്നു. കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖർ നടത്തിയിട്ടുള്ള യാത്രകൾ പാർട്ടിയുടെ കേരള ഘടകത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കുവാൻ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. ഒരു ടാസ്ക് മാസ്റ്റർ കൂടിയായ ചന്ദ്രശേഖർ പാർട്ടിയിലെ വിവിധ തലങ്ങൾ കൃത്യമായ ലക്ഷ്യം നിർണയിച്ചു തന്നെ മുന്നോട്ടു പോകണമെന്ന നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. പാർട്ടിയിലെ പുതിയതും പഴയതുമായ കോമ്പിനേഷൻ ആയിരിക്കും നേതൃനിരയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക എന്നത് നിശ്ചയമാണ്. വെറും രാഷ്ട്രീയത്തിൽ നിന്നും മാറി തന്ത്രങ്ങൾ നിറഞ്ഞ പ്രൊഫഷണൽ രാഷ്ട്രീയമാകും ബി.ജെ.പിയിൽ ചന്ദ്രശേഖർ പുറത്തെടുക്കുവാൻ പോകുന്നത്. നിരവധി പേരുകൾ പരിഗണിക്കപ്പെടുന്ന ലിസ്റ്റിൽ മുഖ്യമായും പഴയ നേതൃത്വത്തിൽ നിന്നും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുക ശോഭാ സുരേന്ദ്രനും എം.ടി. രമേശും ആയിരിക്കുവാനാണ് സാധ്യത. മുൻപ് ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോഴും ഇലക്ഷൻ സമയത്തും നടത്തിയ പ്രകടനങ്ങൾ അവർക്ക് തുണയാകും. ഷോൺ ജോർജും അനൂപ് ആന്റണിയും രാജീവിനോട് ഏറെ അടുപ്പം പുലർത്തുന്നവരും ചെറുപ്പക്കാരും രാജീവ് പാറ്റേണിൽ പ്രവർത്തിക്കുന്നവരുമാണ്. അനൂപ് ആന്റണി തൽക്കാലം ബി.ജെ.പി. IT മേഖല നിയന്ത്രിക്കുന്നുണ്ടെങ്കിലും യുവരക്തവും ക്രിസ്ത്യൻ മുഖവും സമന്വയിക്കുന്നത് അദ്ദേഹത്തിന് തുണയായി കൂടായികയില്ല. അപ്പുറത്ത് PC ജോർജിന്റെ മകനായ ഷോൺ ജോർജും നിശ്ചയമായും പരിഗണനയിലുണ്ട്. പാർട്ടിയിലേക്ക് വന്ന PC ജോർജിനോടുള്ള പ്രത്യേക താല്പര്യം കൂടി കണക്കാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകനായ ഷോൺ ജോർജിനെ പരിഗണിക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. നിലവിലെ സംസ്ഥാന സെക്രട്ടറിയായ അഡ്വക്കേറ്റ് സുരേഷും ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് വരുമെന്ന് തന്നെയാണ് സൂചന. മുൻപ് പ്രതീഷ് വിശ്വനാഥിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നുവെങ്കിലും പരിവാറിലെ ചില നീക്കങ്ങൾ പ്രതീഷിന് സഹായകരമാവാനുള്ള സാധ്യതകൾ കുറവാണ്. നിലവിലുള്ള ജനറൽ സെക്രട്ടറി സുധീറും സമവാക്യ പൂർത്തീകരണത്തിന് വേണ്ടിയാണെങ്കിൽ പോലും പരിഗണിക്കപ്പെടുവാനുള്ള സാധ്യത കൂടുതലാണ്. ജാതിമത സമവാക്യങ്ങളും നേതൃപാഠവും സംഘടനാ ശക്തിയും കണക്കാക്കേണ്ട ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുപ്പ് രാജീവ് ചന്ദ്രശേഖറിന് വെല്ലുവിളിയാണെങ്കിൽ കൂടിയും ആദ്യം സൂചിപ്പിച്ച കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണ നിർണായകമാണ്. പാർട്ടിക്ക് വ്യക്തമായ ലക്ഷ്യം നിർണ്ണയിക്കുവാനും അത് നിർബന്ധമായി നടപ്പാക്കാനും ശേഷിയുള്ള നേതൃനിരയെ വാർത്തെടുക്കുന്ന പ്രക്രിയയിൽ നിന്നും അധ്യക്ഷൻ പിന്തിരിയില്ല എന്ന് നിശ്ചയമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കേരളം തികച്ചും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയം ബി.ജെ.പിയിൽ നിന്ന് ഉറ്റുനോക്കുന്നു.